അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും FF ചാർലി ഗെയിമർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അതുമായിട്ടാണ് ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഫ്രീ ഫയർ കളിക്കുന്നത്. ഇതിനു മുമ്പ് ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ ക്ലാസിക്ക് കളിക്കാം. നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മൾ വെറും ന്യൂബ് ക്യാരക്ടറായിട്ടാണ് കളിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. നമുക്ക് അതിനു മുമ്പ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. എനിക്ക് ഈ ഫ്രീ ഫയറിനെ കുറിച്ച് ഓവറായിട്ടൊന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. നമ്മൾ ലോബിയിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ഇവിടെ എല്ലാവരും നമ്മളെ കൂട്ടത്തെ ക്യാരക്ടറൊക്കെ ആണല്ലോ. നമുക്കിതാ ഇവനെ ഒന്ന് തല്ലി നോക്കാം ഗായ്സ്. കൊള്ളാം ഗായ്സ്, നല്ല ഗ്രാഫിക്സ് മോഡൊക്കെ ഉണ്ട്, നല്ലോണം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഗായ്സ്. വേറെ ഒരു ഗെയിം പോലും അല്ല നമ്മുടെ ഫ്രീ ഫയർ ഉയിരാണ് ഗായ്സ്. ഈ ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രീ ഫയർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരെ പ്ലെയിനിൽ കയറാൻ പോകുകയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഫ്രീ ഫയർ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അവരുടെ എല്ലാ കൂട്ടുകാരും പീക്കിൻ്റെ തറവാട്ട് വീട്ടിൻ്റെ മുകളിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കും തറവാട്ട് വീട്ടിൻ്റെ മുകളിൽ തന്നെ ഇറങ്ങാം പീക്കിൽ. അവിടെ എനിമീസും കൂടുതലാണ് ഗായ്സ്. പ്ലെയിനൊക്കെ പൊളിച്ചു മാസ്. നമ്മൾ ഫ്രീ ഫയർ പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരമൊന്നും ഇല്ല ഗായ്സ്. അടി വെടി ഇടി പോഹ അത്രേ ഉള്ളു. നമുക്ക് ഫ്രീ ഫയർ മാസാക്കാം. ദാണ്ട് ഗായ്സ്, തറവാട്ട് വീട്ടിന്റെ മുകളിലോട്ട് തന്നെ നമുക്ക് ഇറങ്ങാം. ഏതാനും മാസങ്ങൾക്കകം നമ്മൾ ഒരു പ്രോ ക്യാരക്ടർ ആകുന്നതായിരിക്കും. ഞാനതിനു വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് ഗായ്സ്. അപ്പൊ ദാണ്ട് ഗായ്സ്, ഒരു എനിമീനെ ഞാൻ കണ്ടു. ആദ്യം നമുക്ക് ലൂട്ടൊക്കെ സെറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അവനെ വെടിവെച്ച് കൊല്ലാം ഗായ്സ്. നമുക്കൊരു ബേസ്ബോൾ ബാറ്റും മെഡിക്കിറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എനിമീസിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടരുത് ഗായ്സ്, വെടിവെച്ച് ഇല്ലാതാക്കണം. നമ്മൾ നേരത്തെ ഒരു എനിമീനെ കണ്ടല്ലോ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ പുറകിൽ നടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. നിക്കട അവിടെ നിന്നെ. ഓ ഗൈസ്, നമ്മളൊരു ഹെഡ് ഷൂട്ട് കൊടുത്തിരിക്കുന്നു. അവൻ്റെ കയ്യിൽ AK ഉണ്ട് ഗൈസ്, നമുക്ക് AK എടുക്കാം. അതിനോടൊപ്പം നമുക്ക് മാഗ് 7 എടുക്കാം. നമുക്കിതൊന്ന് കളയാം. നമുക്ക് ഒരുമാതിരിപ്പെട്ട ഇതങ്ങ് പൊട്ടിക്കാം. നമ്മൾ അവിടെ നിന്ന് വല്ല ലൂട്ട് എടുക്കുമ്പോഴായിരിക്കും വേറെ വല്ല എനിമീസും നമ്മളെ വന്ന് വെടിവെച്ചില്ലാതാക്കുന്നത്. പീക്കിൽ എന്തായാലും എനിമീസ് കാണുമെന്ന് പറയാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കൂടെ ഒരുത്തൻ ഓടിയിട്ടിരിക്കുന്നു. നാക്ക് ഇതുവഴി പോയി അവനെ പിടിക്കാം. ഞാൻ എന്തായാലും ഈ മാച്ചിൽ ബുയ അടിക്കാൻ പരമാവധി ശ്രമിക്കും. വീണ്ടും ഒരു ഹെഡ് ഷൂട്ടോടെ നമ്മൾ മുന്നേറുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ സപ്പോർട്ട്.
ഇതായുണ്ട് ഗൈസ് ഒരുത്തനും കൂടെ ഓടുന്നു. അവനെ പിടിച്ച് നമ്മൾ വെടി വെച്ചു കൊന്നിരിക്കും ഗൈസ്. പാട കുട്ടാ, നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. പോവാ ഷോട്ട് ഗൺ അധികം നമ്മൾ അടുത്ത് ചെന്നിട്ട് വല്ല എടുത്താം. ഇത് മാഗ് 7 അധികം രസമില്ല ഗൈസ്. ഓ വീണ്ടും ഒരു ഹെഡ് ഷൂട്ട്. നേരത്തെ നമ്മൾ ഹെഡ് ഷൂട്ട് അല്ലായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ് ചെയ്തത്. എനിക്ക് ഈ ഫ്രീ ഫയറിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല ഗൈസ്. നമുക്ക് ബേസ്ബോൾ ബാറ്റ് മാറ്റിയിട്ട് ഇതെടുക്കാം. നമുക്ക് 3 ഗ്ലൂ വാൾ കിട്ടി ഗൈസ്. തൽക്കാലത്തേക്ക് നമുക്ക് 4 ഗ്ലൂ വാളൊക്കെ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇനിയും പോയ ആൾക്കാരെയൊക്കെ കൊല്ലാം ഗൈസ്. നമ്മളിന്ന് വെറുതെ വിടത്തില്ല. അതാ ഓടാതെട ചക്കരയെ. അവനെയും കൊന്നു ഗൈസ് നമ്മൾ. നമ്മുടെ പുറകിൽ നിന്ന് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മളപ്പോൾ കെയർഫുൾ ആയിട്ട് പോകുന്ന നല്ലതായിരിക്കും. അല്ല ഗൈസ്, നമുക്ക് AK എടുത്തിട്ട് ഇവനെ മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഗൺ എടുക്കാം. എനിക്ക് ഇതിനകത്ത് ഏതാ നല്ല ഗണ്ണൊന്നും അറിയത്തില്ല. നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ഗൺ ഏതാന്ന് നിങ്ങളൊന്ന് കമന്റ് അയക്കാൻ മറക്കരുത് ഗൈസ്. നമുക്ക് ക്ലോക്ക് ടവറിലോട്ട് പോവാം. അവിടെ എനിമീസ് കൂടുതലായിരിക്കും. നമ്മൾ എവിടെ നിന്നാണ് അടിച്ച് മോളിന്ന്. അപ്പോൾ അവനെ അങ്ങ് കൊന്നു ഗൈസ് നമ്മൾ. എങ്ങോട്ടാടോ ചക്കര ഓടുന്ന? അത് അവിടെ ഒരു ഇവന് നമുക്ക് അവിടെ ഫൈറ്റ് കിടക്കുന്നു ഗൈസ്. നമുക്ക് കുമ്മനടിക്കാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാം. ഓടാ അവരെ നമ്മളങ്ങനെ കൊന്നു ഗൈസ്. ഇവിടെ ഉണ്ടല്ലേ നമ്മളൊരു ആണിനെ കണ്ടത്. അവനിവിടെ എവിടെയെങ്കിലും. അവനെ കൊന്നു ഗൈസ്. കൊന്നാണ് തോന്നുന്നത്. നാല് ഭാഗത്ത് ഫൈറ്റാണ് ഗൈസ്. ഗുമൻ. അടുത്തവൻ ഒരു ഹെഡ് ഷൂട്ടിലൂടെ നമ്മൾ വിജയിച്ച് കയറുന്നു ഗൈസ്. നമ്മൾ 8 കില്ലെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഫൈറ്റ് ആണല്ലോ ഗൈസ്. നമ്മൾ ഇന്ന് ഗുമ്മൻ അടിച്ച് ചാകും. ഒരു ഹെഡ് ഷൂട്ടോടെ അവന് ഒറ്റ ബുള്ളറ്റിന് ചത്ത് ഗൈസ്. കാരണം അവനെ കുറെ ഡാമേജ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് 10 കില്ല് എടുത്തിട്ടുണ്ട്. ചേട്ടൻ വരുന്നേ. നമുക്ക് അവളെ ഓടിച്ചിട്ട് പിടിക്കാം ഗൈസ്. അല്ലാതെ നമുക്കൊരു രക്ഷയില്ലെന്ന് തോന്നുന്നു. വേറെ ആരും മുത്തേ. ചേട്ടൻ വന്നു. അവളെ നമ്മളങ്ങനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ബാള് മതി നമുക്ക് നൈസിന് ഇവിടെ നിന്നൊരു മെഡിക്കിറ്റൊക്കെ അടിക്കാം. ലൂട്ടൊക്കെ അധികം സെറ്റായെന്നാണ് തോന്നുന്നത്. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇതാ ഒരു വണ്ടി കിടക്കും.
ഫാക്ടറിയിലോട്ട് പോകണ്ട, അവിടെ ചിലപ്പോഴേ ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. നമ്മൾ 11 കില്ല് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വണ്ടി എടുക്കാം. പക്ഷെ ഇത് ഓപ്പൺ വണ്ടി ആയതുകൊണ്ട് ഹെഡ് ഷൂട്ട് അടിക്കാൻ ചാൻസ് കൂടുതലാണ് വല്ല ആൾക്കാരും. നമ്മൾ അല്ലേ വേണം, നമുക്ക് കയറിയിട്ട് ഫോൺ അടിക്കാം. ഞങ്ങളിവിടെ ഉണ്ട്, ആൾക്കാർക്ക് വരാം വരാം വരാം. ഞാൻ വേണേ അവരെയും കൊല്ലാം. നമുക്ക് ഈ വണ്ടി വെച്ച് പീക്ക് സൈഡിലോട്ട് പോകാം ഗൈസ്. ആൾക്കാരെ പുറത്തോട്ട് വാ, നമുക്ക് ഫോണൊക്കെ അടിച്ച് ആൾക്കാരെ പുറത്തോട്ട് വരുത്താം ഗൈസ്. നമ്മൾ വീണ്ടും പീക്ക് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും പീക്കിൽ തന്നെ ആയിരിക്കും എൻഡിങ് എന്നാ തോന്നുന്നത്. ആരെങ്കിലും ഉണ്ടോ? അതാ പീക്ക് വന്നത് നന്നായി ഗൈസ്. അവനൊരു 7ന്റെ ഡാമേജ് കൊടുത്തോളൂ. നമുക്ക് ഇത് വഴി കമ്മിച്ചെല്ലാം ഗൈസ്. വരുന്നു. കുട്ട കരയില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മളെ ആരോ ഇവിടെ ഇവിടെ നിൽക്കുക. അവനെയും കൊന്നു. ഈ മറ്റേവൻ എന്ത് ഗൈസ്? ഇവിടെ നിൽക്കണം. എന്താ ചക്കര ഓടുവാണോ? അയ്യോ, ബുള്ളറ്റ് തീർന്നു തോന്നുന്നു ഗൈസ്. നമ്മുടെ AK ഗൺ ഈസ് മാസ് ആണ് ഗൈസ്, മാസ്. ഓക്കേ, നിൽക്കുന്ന എൻ്റെ ചെക്കൻ. അങ്ങനെ ഒരു ഹെഡ് ഷൂട്ട് നമ്മൾ കൊടുത്തു. നമ്മൾ എത്ര ഹെഡ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് കമന്റ് അയക്കണം കേട്ടോ. എയ്റോപ്ലെയിൻ പോകുന്നായിരുന്നു. ഞാൻ വിചാരിച്ച വല്ല വണ്ടി നമ്മൾ ഇടിക്കാൻ വന്നായിരിക്കും. ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇതായുണ്ട് ഗൈസ്, ഒരുത്തം വണ്ടി വന്നു. ചത്ത് ഗൈസ്, ചത്ത്. അവന്റെ റേഞ്ച് പോയതുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ജോലി ഈസി. നമ്മൾ 15 കില്ല് എടുത്തല്ലോ. അത് പൊളിച്ചു ഗൈസ്. എനിക്ക് ബുള്ളറ്റ് ആവശ്യമുണ്ട്. AKയുടെ ബുള്ളറ്റൊക്കെ കുറെ മിസ്സായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി 5 സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ സേഫ് സോൺ സ്ട്രിങ്ക് ആവും ഗൈസ്. ബാക്കിന്നാ എവിടെടാ കൊച്ചുകളെ, എവിടെടാ നീ? ഇത് നമുക്ക് ഇച്ചിരി മെഡിക്കിറ്റ് അടിക്കാം. മുന്നിൽ ആരോ നിൽക്കുന്നുണ്ട് ഗൈസ്. മെഡിക്കിറ്റ് അടിക്കുമ്പോൾ അവൻ എങ്ങനെ ഹെഡ് ഷൂട്ട് കൊടുത്തു ഗൈസ്. 114ന്റെ. എങ്ങോട്ടാണ് ചക്കര ഓടുന്ന? ചേട്ടായി വരുന്ന. അങ്ങനെ വീണ്ടും ഒരു ഹെഡ് ഷൂട്ടുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ പീക്ക് നമുക്ക് അതേ സമയം നിൽക്കാൻ പറ്റില്ല. സേഫ് സോൺ പീക്കിന്റെ അടുത്തൂടെയാണ് വരുന്നത്. നമുക്ക് സൈഡിൽ ഈ പീക്കിൽ നിന്നും കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ഇവിടെ മാറി നിന്നൊരു മെഡിക്കിറ്റ് അടിക്കാം. പീക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? നമുക്ക് ഇതുവഴി ഓടാം. എനിക്ക് ക്ലോക്ക് ടവറിലായിരിക്കും സ്ട്രിങ് അവസാനിക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മൾ 18 കില്ല് എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ 20ാമത്തെ ഒരു കില്ല് പോയി. അവനെ നമ്മൾ അങ്ങ് തീർത്തു. ഗുമ്മനടിക്കാൻ നോക്കിയാൽ അവനെ നമ്മൾ തീർത്തു. നമ്മൾ 21 കില്ലോ. പൊളി മാസ് മരണമോ. നമ്മളെല്ലാം പൊളിപ്പാച്ച് ഹെഡ് ഷൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഗായ്സ്. അതുകൊണ്ട് പേടിക്കേണ്ടില്ല. 22 കില്ലുകൾ എടുത്തുകൊണ്ട് ഞാൻ ഇതാ മുന്നേറുന്നു ഗായ്സ്. നിങ്ങൾ സപ്പോർട്ടായിട്ട് ലൈക്ക് അടിച്ച് പൊളിക്കൂ ഗായ്സ്. എന്തായാലും
അടിച്ചാലും നമുക്ക് ബുയെ അടിക്കാൻ ചാൻസ് ഉണ്ട്. 20 ഇവിടെ ഫൈറ്റ് നടക്കുന്നു. ഗുമ്മൻ അടിക്കാൻ പറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല ഗൈസ്. ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ ഹെഡ് കിട്ടാൻ നല്ല ചാൻസ്. അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ഓടണ്ട. ചിലപ്പോൾ ദാദാ വരുന്ന ചക്കരേ ബാബാ. അവൻ ഡാമേജ് കൊടുത്ത് വെച്ചിരുന്നതാണ്. നമ്മളത് നൈസിന് ഗുമ്മൻ അടിച്ചു ഗൈസ്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അവിടെ ഫൈറ്റോ ഗായ്സ് ഇനിയും വെറും 2 ആൾക്കാരും കൂടെ. അവര് ടീമാണെങ്കിൽ ചിലപ്പോ നമ്മള് ഹതം ഖുദാ ചത്തിരിക്കും ഗൈസ്. എന്നാലും നമ്മൾ ബുയെ അടിക്കും ഗൈസ്. അവര് വണ്ടിയിലാ വരുന്നെങ്കിൽ നമ്മുടെ പണിക്കുറ്റി തീരും ഗൈസ്. കാരണം അവര് വണ്ടി വെച്ച് ഒറ്റയിടി. നമ്മുടെ ലൈഫ് ഹതം ഖുദാ. അപ്പൊ ക്ലോക്ക് ടവറിലും അല്ല ശൃംഗ് ചെയ്യുന്ന അവസാനിക്കുന്നത്. ഹതം ഖുദാ. അയ്യോ സൈഡിൽ നിന്ന് അടി ഗൈസ്. ഓട് ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ് നമ്മുടെ ലൈഫ് ഹതം ഹുതയായി ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്കും ഇവിടെ വട്ടം വരയ്ക്കാം. അയ്യോ നമ്മൾ ചത്ത് ഗൈസ്. സേഫ് സോണിൽ പെട്ട് ചത്ത്. നമുക്ക് മെഡിക്കിറ്റ് അടിക്കേണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. 26 കില്ലെടുത്തിട്ട് ചത്തെന്ന് വെച്ചാൽ ഭയങ്കര അപമാനമാണ് ഗൈസ്. അപ്പം നമ്മൾ ലെവൽ 4 ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഹാപ്പി എൻഡിങ് ആണ് ഗൈസ്. നമുക്ക് ലെവലും കംപ്ലീറ്റ് 4 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ബൈ ബൈ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രീ ഫയർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സെൻഡ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ബൈ ബൈ.